പ്രമാദമായ മുട്ടിൽ മരമുറി കേസ് അട്ടിമറിക്കാനുള്ളതായ ഒരു വലിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗൂഢാലോചന പോയ സർക്കാരിന്റെ കാലത്തും നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു. വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്ത് കണ്ടുകെട്ടിയ മരങ്ങൾ അത് സർക്കാരിന്റേതാണ്, അത് കണ്ടുകെട്ടിയത് നിയമാനുസൃതമാണ് എന്ന് പറഞ്ഞ് തങ്ങളുടേതാണ് എന്ന് തെളിയിക്കാൻ ഒരു കീറക്കടലാസ് പോലും ഇല്ല എന്ന് പറഞ്ഞ് വയനാട് ജില്ലാ കോടതി തള്ളിക്കളഞ്ഞ കേസിൽ സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ്. അതിന് കാരണം അതിന് ഗവൺമെന്റ് പ്ലീഡർമാർ ആവശ്യപ്പെട്ടിട്ട് പോലും അതിനാവശ്യമായ രേഖകൾ സൗത്ത് വയനാട് DFOയുടെ കയ്യിലുണ്ട്. അത് അദ്ദേഹം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഒരു DFO അതിന് തയ്യാറാകാതിരിക്കണമെങ്കിൽ അതിശക്തമായ സമ്മർദ്ദം അദ്ദേഹത്തിന്റെ മേൽ ഉണ്ടായിരിക്കണം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഏത് വിധത്തിൽ പറഞ്ഞാലും കേരളം കണ്ട ഏറ്റവും വലിയ ഈ മരം കുംഭകോണം, മരം കൊള്ള തേച്ചുമാച്ച് കളയാനുള്ളതായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വനം വകുപ്പിന്റെ കേസ് ഇല്ലാതായാൽ SIT, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിട്ടുള്ള കേസും ഇല്ലാതാവും. അങ്ങനെ ഈ വനം കൊള്ള എവിടെയും ഇല്ലാതായി വയനാടിന്റെ കേരളത്തിന്റെ പൊതുസ്വത്ത്, കോടാനുകോടി രൂപ വരുന്ന പൊതുസ്വത്ത് കൊള്ളയടിക്കപ്പെട്ട പ്രതികൾ രക്ഷപ്പെടും എന്നുള്ളിടത്താണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പുതിയ സർക്കാർ കേസ് അട്ടിമറിക്കുന്നു എന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താണ്? പുതിയ സർക്കാർ കേസ് അട്ടിമറിക്കുന്നു എന്ന് തോന്നാൻ കാരണം സർക്കാരിന്റെ മൗനാനുവാദമില്ലാതെ ഒരു DFO അദ്ദേഹത്തിന്റെ കൈവശത്തിലുള്ളതായ റെക്കോർഡുകൾ ഗവൺമെന്റ് പ്ലീഡർക്ക് കൊടുക്കാൻ കൊടുക്കാതിരിക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്ന് മാത്രമല്ല, കേരളത്തിലെ നിലവിലുള്ള വനം മന്ത്രി ഒരാഴ്ച മുമ്പ് നടത്തിയ പ്രസ്താവനയിൽ വനം വകുപ്പിന്റെ തടിയൊന്നും പോയിട്ടില്ല, മുട്ടിൽ മരമുറി കേസിൽ വനം വകുപ്പിന് കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ളതായ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയും അതെല്ലാ മാധ്യമങ്ങളിലും വരികയും ചെയ്തിട്ടുണ്ട്. അത് തികച്ചും തെറ്റാണ്, അവാസ്തവമാണ്. കേരളത്തിലെ പൊതുഭൂമിയുള്ളതായ മുഴുവൻ മരങ്ങളുടെയും ഉടമസ്ഥാവകാശവും പരിപാലന ചുമതലയും കേരള വനം വകുപ്പിന് ഉള്ളതാണ് എന്ന് അറിയാത്ത ആളല്ല മന്ത്രിയെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ കേസ് ദുർബലപ്പെട്ട UDF സർക്കാർ